ഹലോ. പണം കടം കൊടുത്തിട്ട് ഇതുവരെ തിരിച്ച് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ വസ്തു വിറ്റു പക്ഷേ പണം മുഴുവനായി ലഭിച്ചിട്ടില്ല, ജോലി ചെയ്തു പക്ഷേ കുറേ നാളത്തെ സാലറി കിട്ടാതെ പെൻഡിങ് ആയിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ സ്വർണം പണയം വെച്ചിട്ട് അത് ഇതുവരെ തിരിച്ചെടുപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന ധാരാളം പേരുണ്ടാകും അല്ലേ. നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിന് വേണ്ടി മാറ്റിവെച്ച കാശായിരിക്കും ആരെങ്കിലും ചോദിച്ച് എമർജൻസി ആണെന്ന് പറഞ്ഞപ്പോൾ എടുത്തു കൊടുത്തത്. അപ്പോൾ തിരിച്ച് കിട്ടാതെ വരുമ്പോൾ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം ചെറുതല്ല. അങ്ങനെയുള്ളവർക്ക് ആ പണം തിരിച്ച് ലഭിക്കുന്നതിന്, അല്ലെങ്കിൽ ആ കൈവിട്ടു പോയ സ്വത്ത് തിരിച്ച് ലഭിക്കുന്നതിനൊക്കെ നമുക്ക് ഫെങ്ഷു അനുസരിച്ചിട്ട് സിമ്പിളായിട്ട് എന്ത് ആണ് ചെയ്യാൻ സാധിക്കുക എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പക്ഷേ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഏത് ഭാഗത്താണ് ഈ നെഗറ്റീവ് സ്റ്റാർ വരുന്നത് എന്ന് കണ്ടുപിടിക്കാൻ ഒരു അല്പം പണിയുണ്ട്. നമ്മൾ വീടിൻ്റെ അഥവാ ബിൽഡിങ്ങിൻ്റെ ഫെങ്ഷു ചെക്ക് ചെയ്യുമ്പം അവിടെ നല്ലതും ചീത്തയായിട്ടുള്ള ധാരാളം ഫ്ലൈയിങ് സ്റ്റാർ കോമ്പിനേഷൻസ് ഉള്ളതായിട്ട് കാണാനാകും അല്ലേ. വെൽത്ത് ലക്കിനുള്ള നല്ല കോമ്പിനേഷൻസ് ഉണ്ടാകാം, അതല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ വരുന്നതിനുള്ള നല്ല കോമ്പിനേഷൻസ് ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ള സ്റ്റാർസ് നമ്മൾ അതിന് അനുകൂലമായിട്ടുള്ള എലമെൻറ്റ്സ് വെച്ചിട്ട് അതിനെ എൻഹാൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഗുഡ് ബെനിഫിറ്റ്സ് കിട്ടുക. പക്ഷേ അതിനോടൊപ്പം തന്നെ ധനനഷ്ടത്തിന് കാരണമായിട്ടുള്ള സ്റ്റാർസ് ഉണ്ടാകാം. അതെന്ന് വെച്ചാൽ വെൽത്ത് ലോസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റാർസ്, അല്ലെങ്കിൽ സ്ട്രെസ്, ടെൻഷൻ, കലഹങ്ങൾ, കോടതിപരമായിട്ടുള്ള കേസുകൾ, അങ്ങനെയൊക്കെയുള്ള സ്റ്റാർ കോമ്പിനേഷൻസ് വീട്ടിലുണ്ടാകാം. അതല്ലെങ്കിൽ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ടുള്ള നെഗറ്റീവ് കോമ്പിനേഷൻസും ഒക്കെ ഉണ്ടാകാം. അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് സ്റ്റാറാണ് നമ്പർ 7. നമ്പർ 7 വരുമ്പോൾ നമ്മൾക്കത് എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലുള്ള എല്ലാവരും തന്നെ അത് എഫക്റ്റ് ചെയ്യാം. പക്ഷേ ഏത് ഭാഗത്താണ് വരുന്നത് നോക്കിയിട്ടാണ് വീട്ടിലെ ഏത് മെമ്പറിനെയാണ് അത് കൂടുതലും എഫക്റ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുക. അപ്പോൾ ആ മെമ്പർ, ആ വീട്ടിലെ ഫാമിലി മെമ്പർ ആർക്കെങ്കിലും പണം കടം കൊടുത്തു കഴിഞ്ഞാൽ അത് തിരിച്ചു കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്കത് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. നമ്മളിപ്പോൾ റിസ്കി ആയിട്ടുള്ള വലിയൊരു എമൗണ്ട് ആരുടെയും കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനും സാധിക്കും. ഇനി അത് ഏതൊക്കെ ലൊക്കേഷൻസിൽ വരുന്നു എന്നനുസരിച്ച് ചിലപ്പം എല്ലാ വീടുകളിലും ഈ നെഗറ്റീവ് സ്റ്റാർസ് ഉണ്ട്. പക്ഷേ അത് നമുക്കൊരു ടോയ്ലറ്റിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റോർ റൂമിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമ്മളെ എഫക്റ്റ് ചെയ്യില്ല, അത് എഫക്റ്റ് ചെയ്യാണ്ട് അങ്ങനെ പോകും. പക്ഷേ ബെഡ്റൂമിലോ അല്ലെങ്കിൽ മെയിൻ ഡോറിൻ്റെ അവിടെയോ അല്ലെങ്കിൽ കോമൺ ലിവിങ് ഏരിയാസിലൊക്കെയാണ് ഈ നെഗറ്റീവ് നമ്പർ വരുന്നതെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും നമ്മളെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇനി നമ്മളിത് എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം വീടിൻ്റെ ഫേസിങ് ഡയറക്ഷൻ എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ ഫേസിങ് ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫേസിങ് ഡയറക്ഷൻ വളരെ സിമ്പിളാണ്. നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ ആ ബിൽഡിങ്ങിൻ്റെ ഏത് ഭാഗത്ത് കൂടിയാണ് മെയിൻ റോഡ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ആ ബിൽഡിങ്ങിൻ്റെ ഫേസിങ് ഡയറക്ഷൻ. മെയിൻ ഡോർ ഇരിക്കുന്ന ഡയറക്ഷൻ തന്നെ ആയിരിക്കാം മിക്കതും, 90% അങ്ങനെ തന്നെ ആയിരിക്കും ഫേസിങ് ഡയറക്ഷൻ. ഇനി അങ്ങനെ അല്ലെങ്കിലും നമ്മൾ മെയിൻ ഡോറിൻ്റെ ഡിഗ്രി അല്ല എടുക്കേണ്ടത്, ഫേസിങ് ഡയറക്ഷൻ്റെ ഡിഗ്രിയാണ് എടുക്കേണ്ടത്. നമ്മൾ ആ ഭാഗത്തുള്ള ജനലിൽ പോയി നിന്ന് റോട്ടിലേക്ക് പുറത്തേക്ക് നോക്കണം. അതല്ല ഒരു ഫ്ലാറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫ്ലാറ്റിൻ്റെ ബാൽക്കണി, ലിവിങ് റൂമിൻ്റെ ബാൽക്കണിയിൽ നിന്ന് പുറത്തേക്കുള്ള ഡിഗ്രിയാണ് എടുക്കേണ്ടത്. അതല്ല മെയിൻ ഡോറും നമ്മുടെ ഫേസിങ്ങും ഒരേ ദിശയിൽ തന്നെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ മെയിൻ ഡോറിൻ്റെ അവിടെ വന്നിട്ട് പുറത്തേക്ക് നോക്കിയിട്ട് നമുക്ക് ഡിഗ്രി എടുക്കാം. ഡിഗ്രി എടുക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? മൊബൈലിൽ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡിജിറ്റൽ കോമ്പസ് എന്ന് അടിച്ചു കൊടുക്കുമ്പോൾ കുറേ കോമ്പസ് കാണിക്കും. അതിലേതെങ്കിലും ഒരു ഡിജിറ്റൽ കോമ്പസ് ഡൗൺലോഡ് ചെയ്യുക. ഡിജിറ്റൽ കോമ്പസ് എന്ന് പറയാൻ കാരണം അതിലാണ് അതിന് ഡിജിറ്റ്സ് എഴുതി കാണിക്കുകയുള്ളൂ. നോർമൽ കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ ഡിജിറ്റ്സ് എഴുതി കാണിക്കില്ല. അപ്പോൾ അങ്ങനെ ഒരു കോമ്പസ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്ത് പോയി പുറത്തേക്ക് നോക്കി നിൽക്കുക. അപ്പോൾ അതിൽ ഡിഗ്രി എഴുതി കാണിക്കും. ഇനി ഡിഗ്രി എഴുതി കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഒരു ചാർട്ട്, ഞാനിവിടെ കാണിക്കുന്ന ഒരു ചാർട്ടുണ്ട്. ആ ചാർട്ട് വെച്ച് ചെക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെ ഏത് ഏരിയയിലാണ് ഈ നമ്പർ 7 എന്നുള്ള ഈ നെഗറ്റീവ് സ്റ്റാർ വരുന്നതെന്ന് അറിയാം. അത് അറിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്കതിന് എന്താണ് റെമഡി ചെയ്യേണ്ടത്, ഏത് ഭാഗത്താണ് റെമഡി ചെയ്യേണ്ടതെന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. ഈ ഒരു ചാർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളുടെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മളുടെ ഓഫീസിൽ അല്ലെങ്കിൽ നമ്മളുടെ ബിസിനസ് സ്ഥാപനത്തിൽ ഏത് ലൊക്കേഷനിലാണ് ഈ ചീറ്റിംഗ് കുഡ് ലീഡ് ടു ലോസ്, മറ്റുള്ളവർ പറ്റിച്ചിട്ടുള്ള ധനനഷ്ടം വരുന്നതിന് കാരണമായിട്ടുള്ള നമ്പർ 7 ഫ്ലൈയിങ് സ്റ്റാർ എവിടെ വരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഇതിൽ കാണിച്ചിട്ടുള്ള പോലെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡിഗ്രി 157 ഡിഗ്രിക്കും 172 ഡിഗ്രിക്കും ഇടയിലാണെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ, നിങ്ങളുടെ വീട് സൗത്തിലേക്ക് ഫേസ് ചെയ്യുന്നൊരു വീടായിരിക്കും, ആ വീട്ടിൽ ലൊക്കേഷൻ നമ്പർ 7 വരുന്ന ലൊക്കേഷൻ വീടിൻ്റെ സൗത്ത് വെസ്റ്റ്, തെക്ക് പടിഞ്ഞാറ് മുറിയിലായിരിക്കും. അതുപോലെ തന്നെയാണ് 337 ഡിഗ്രിക്കും 352 ഡിഗ്രിക്കും ഇടയിലാണെങ്കിലും നോർത്തിലേക്ക് ഫേസ് ചെയ്യുന്നൊരു വീടാണ്, പക്ഷേ അതിൻ്റെ ഈ സ്റ്റാർ വരുന്ന ലൊക്കേഷൻ സൗത്ത് വെസ്റ്റാണ്. ഇനി വെസ്റ്റ് 247 ഡിഗ്രി വെസ്റ്റ് അല്ലെങ്കിൽ 262 ഡിഗ്രി വെസ്റ്റിനും ഇടയിലായിട്ടുള്ളൊരു ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും വീട്ടിൽ സൗത്ത് വെസ്റ്റിൽ തന്നെയാണ് ഈ കോമ്പിനേഷൻ വരുന്നത്. സൗത്ത് വെസ്റ്റിൽ വരുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, വീട്ടിലെ ഗൃഹനാഥയെയാണ് ഇത് കൂടുതലായിട്ട് എഫക്റ്റ് ചെയ്യുക.
അവിടെയുള്ള സ്ത്രീജനങ്ങൾ, മുതിർന്ന സ്ത്രീകൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവർ ആർക്കെങ്കിലും കാശ് കടം കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവായിരിക്കും. ഇനി അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പറയാൻ പോകുന്ന റെമഡീസ് നിർബന്ധമായിട്ടും ചെയ്യാം. ഇനി മറ്റു ഡയറക്ഷൻ കിട്ടിയിട്ടുള്ളത് 172 ഡിഗ്രിക്കും 202 ഡിഗ്രിക്കും ഇടയിലോ, 352 ഡിഗ്രിക്കും 22 ഡിഗ്രിക്കും ഇടയിലോ, 262 ഡിഗ്രി 292 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ നോർത്ത് ഈസ്റ്റ് ആണ്. ആ ഭാഗത്തായിട്ടാണ്, നിങ്ങളുടെ വീടിൻ്റെ ആ ഭാഗത്തായിട്ടാണ് ഈ കോമ്പിനേഷൻ വരിക. അപ്പോൾ അത് കൂടുതലും എഫക്റ്റ് ചെയ്യുക വീട്ടിൽ യങ്ങസ്റ്റ് സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൺമക്കളുണ്ടെങ്കിൽ അതിൽ ഇളയയാളെയാണ് കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ആ ആളെ കൂടുതൽ എഫക്റ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ വീട്ടിലെല്ലായിടത്തും വീട്ടിലുള്ളവർക്കൊക്കെ ഈ കോമ്പിനേഷൻ കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. കുറച്ചുകൂടി കൂടുതലായിട്ട് ആ ഒരു മെമ്പറിനെ എഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് മാത്രം. ഇനി 67 ഡിഗ്രിക്കും 82 ഡിഗ്രിക്കും ഇടയിലായിട്ടുള്ള ഡിഗ്രിയാണ് കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 82 ഡിഗ്രിക്കും 82 ഡിഗ്രിക്കും ഇടയിലാണ് കിട്ടിയിട്ടുള്ളതെന്നാണെങ്കിൽ സൗത്ത് ഈസ്റ്റ് ആണ്. നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ലൊക്കേഷനിലാണ് ഈ ഒരു കോമ്പിനേഷൻ ഉള്ളത്. സൗത്ത് ഈസ്റ്റ് എന്ന് പറയുമ്പോൾ വെൽത്തിൻ്റെ ഏരിയ ആണ്, മൂത്ത മകളുടെ ഏരിയയാണ്. അപ്പോൾ മൂത്ത മകൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഒറ്റ മകളെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അയാൾക്കും ഇത് കുറച്ചുകൂടെ കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. ബട്ട് ദെൻ സൗത്ത് ഈസ്റ്റ് ഏരിയയിൽ വന്നേക്കുന്നത് കൊണ്ട് തന്നെ അത് വെൽത്ത് ഏരിയയാണ്. അപ്പോൾ ആരെങ്കിലും പറ്റിച്ചിട്ട് ധാരാളം ധനനഷ്ടം വരുന്നതിന് ഇതൊരു കാരണവും കൂടി ആകാം. ഇനി 82 ഡിഗ്രി ഈസ്റ്റിനും 112 ഡിഗ്രി ഈസ്റ്റിനും ഇടയിലുള്ള ഡിഗ്രിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ വീടിൻ്റെ നോർത്ത് വെസ്റ്റിലാണ് ഈ കോമ്പിനേഷൻ വരിക. ഭൂരിഭാഗം കേരളൈറ്റ് വീടുകൾക്കും, അല്ലെങ്കിൽ കേരളത്തിലുള്ള ഭൂരിഭാഗം വീടുകൾക്കും ഡിഗ്രി കിട്ടുക ഇതിൻ്റെ ഇടയിലാണ്. കാരണം 90 ഡിഗ്രിയാണ് കറക്റ്റ് ഈസ്റ്റ് വരുന്നത്. അപ്പോൾ മിക്കതും അതിൽ നിന്ന് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വേരിയേഷൻസ് ഉള്ള, അല്ലെങ്കിൽ 90 ഡിഗ്രി ഈസ്റ്റിലേക്കുള്ള വീടുകളായിരിക്കും ഭൂരിഭാഗം. അപ്പോൾ ആ വീടുകൾക്ക് പ്രോബ്ലം വരുന്ന ലൊക്കേഷൻ നോർത്ത് വെസ്റ്റ് എന്ന് പറയുമ്പോൾ വീട്ടിലെ ഗൃഹനാഥനെയാണ് ഇത് കൂടുതലും എഫക്റ്റ് ചെയ്യുക എന്നുള്ളത് ഒരിത്തിരി പ്രോബ്ലമാറ്റിക് ആണ്. കാരണം ഗൃഹനാഥനാണ് മിക്കതും ഈ കാശുപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുക. അപ്പോൾ അദ്ദേഹം ആർക്കെങ്കിലും കാശ് കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കിട്ടാനുള്ള ചാൻസസ് വളരെ കുറവാണ്. എന്തെങ്കിലുമൊക്കെ വലിയ റിസ്ക് എടുത്ത് ആർക്കെങ്കിലുമൊക്കെ കാശ് കടം കൊടുക്കുന്നത് തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. അപ്പോൾ ഇത് ചിലപ്പം പല കൺസൾട്ടേഷനും നമുക്ക് കാണാറുള്ള ഒരു കാര്യമാണ്. ഗൃഹനാഥൻ്റെ കോമ്പിനേഷൻ ലൊക്കേഷനിൽ ഈ കോമ്പിനേഷൻ ഉണ്ടാവും, പക്ഷെ അത് വീട്ടിലുള്ള ബാക്കി ആരും അറിഞ്ഞിട്ടുണ്ടാവില്ല. ബിക്കോസ് അദ്ദേഹം അത് ആരെയും അറിയിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് ടെൻഷനും കൊണ്ട് നടക്കുന്നവരായിരിക്കും ആ വീട്ടിലെ ഗൃഹനാഥന്മാർ. അപ്പോൾ അവർ ദയവായിട്ട് ഉറപ്പായും ഇതിൽ പറഞ്ഞിട്ടുള്ള റെമഡീസ് ചെയ്യുക. ആ കിട്ടാനുള്ള കാശ് എത്രയും പെട്ടെന്ന് തിരിച്ച് കിട്ടും എന്ന് ഉറപ്പാക്കുക. അപ്പോൾ ഇനി 202 മുതൽ 217 ഡിഗ്രിയുടെ ഇടയിലാണെങ്കിൽ ഈസ്റ്റ്, മൂത്ത മകനെയാണ് കൂടുതലായിട്ടും അത് എഫക്റ്റ് ചെയ്യുക. വീട്ടിലുള്ള ബാക്കിയുള്ളവരെയും എഫക്റ്റ് ചെയ്യും. 217 ഡിഗ്രിക്കും 242 ഡിഗ്രിക്കും ഇടയിലാണ് കിട്ടിയിട്ടുള്ള ഡിഗ്രി എന്നുണ്ടെങ്കിൽ വീട്ടിലെ വെസ്റ്റ് ആണ്. ഏറ്റവും ഇളയ മകൾ, 2 പെൺകുട്ടികളുണ്ടെങ്കിൽ അതിൽ ഏറ്റവും ഇളയ മകളുടെ ലൊക്കേഷനും കൂടിയാണ് വെസ്റ്റ്. 22 ഡിഗ്രി ആൻഡ് 37 ഡിഗ്രിക്ക് ഇടയിലായിട്ടാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ സൗത്തിലാണ് ഈ കോമ്പിനേഷൻ വരുന്നത് വീടിൻ്റെ. 37 ഡിഗ്രിക്കും 67 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ നോർത്തിലാണ് ഈ കോമ്പിനേഷൻ വരിക. 112 ഡിഗ്രിക്കും 157 ഡിഗ്രിക്കും ഇടയിലാണെങ്കിൽ വീടിൻ്റെ സെൻറ്ററിലാണ് ഈ കോമ്പിനേഷൻ വരിക. അപ്പോൾ വീടിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ ഈ പറഞ്ഞ റെമഡി ചെയ്യേണ്ടത്. വീടിൻ്റെ അകത്ത് ചെയ്യേണ്ട റെമഡി പറയുന്നുണ്ട്, അത് വീടിൻ്റെ സെൻറ്ററിലാണ് ചെയ്യേണ്ടതെന്ന് ശ്രദ്ധിക്കുക. 292 ഡിഗ്രിക്കും 307 ഡിഗ്രിക്കും ഇടയിലായിട്ടാണെങ്കിൽ വീടിൻ്റെ ഈസ്റ്റ്, കിഴക്ക് വശത്തായിട്ടാണ് ഈ കോമ്പിനേഷൻ വരിക. അപ്പോൾ മൂത്ത മകനെയാണ് അത് കൂടുതലും എഫക്റ്റ് ചെയ്യുക. 307 ഡിഗ്രിക്കും 337 ഡിഗ്രിക്കും ഇടയിലായിട്ടാണെന്നുണ്ടെങ്കിൽ വെസ്റ്റിലായിട്ടാണ്, പടിഞ്ഞാറ് വശത്തായിട്ടാണ് ഈ കോമ്പിനേഷൻ വരിക. അപ്പോൾ നമ്മൾ ഏത് ലൊക്കേഷനിലാണ് ഈ നെഗറ്റീവ് സ്റ്റാർ വരുന്നത് എന്ന് കണ്ടുപിടിച്ചു. ഇനി എന്താണ് അതിനുള്ള റെമഡി ചെയ്യേണ്ടത് എന്ന് നോക്കാം. റെമഡി വളരെ സിമ്പിളാണ്. നേരത്തെ പറഞ്ഞ പോലെ സ്റ്റിൽ വാട്ടർ വയ്ക്കുക എന്നുള്ളതാണ് റെമഡി. വീടിൻ്റെ പുറത്തായിട്ട് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ പുറത്തായിട്ട് ആ റെസ്പെക്റ്റീവ് ലൊക്കേഷൻസിൽ സ്റ്റിൽ വാട്ടർ വയ്ക്കുക എന്നുള്ളതാണ് ഒരു റെമഡി. അപ്പോൾ ആ റെസ്പെക്റ്റീവ് ഏരിയയിൽ ഒരു ബ്ലൂ കളർ ഡ്രമ്മിൽ ഒരു 3 to 4 feet ഒക്കെ ഹൈറ്റിലുള്ള വലിയൊരു ഡ്രമ്മാണ് ഉദ്ദേശിക്കണേ. ഒന്നുകിൽ അതല്ലെങ്കിൽ ഒരു 3 അടിയൊക്കെ ഡയമീറ്ററിലുള്ള, അല്ലെങ്കിൽ ഒരു 4 feet ഡയമീറ്ററിലുള്ള വാട്ടർ ലില്ലിയുടെ ഒരു റെഡിമെയ്ഡ് പോണ്ട് വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത്, അതല്ലെങ്കിൽ നമ്മൾ ഇഷ്ടിക വെച്ചിട്ട് കെട്ടിയുണ്ടാക്കിയ ഒരു ചെറിയ പോണ്ട്, അതും ഒരു 3 feet ലെങ്ത്തും ഒരു 2.5 feet വിഡ്ത്തും ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. അങ്ങനെയുള്ള ഒരു വലിയ ടാങ്കിൽ വെള്ളം നിറച്ചിടുക. ഇതാണ് നമുക്ക് ചെയ്യാനുള്ള റെമഡി. ഈ പോണ്ടിൽ നമുക്ക് ബ്ലൂ അല്ലെങ്കിൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് എന്തെങ്കിലും കൊടുക്കാം. ഇനി കൊതുകുകൾ അങ്ങനെ എന്തെങ്കിലും വന്ന് പ്രശ്നമാക്കും എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചെറിയ ഗപ്പി ഫിഷിനെ ഇടാം. അതും അല്ലെങ്കിൽ നമുക്ക് വളരെ ചെറിയ മത്സ്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് ഇട്ട് വളർത്താവുന്നതുമാണ്. അപ്പോൾ ഈ ടാങ്ക് തുറന്നിരിക്കണം. ഇത് കവർ ചെയ്തിടാൻ പാടില്ല. ഈ ഭാഗത്തായിട്ട്, വീടിൻ്റെ ഈ ഭാഗത്തായിട്ട് കിണർ വരുന്നുണ്ടെങ്കിൽ അതും വളരെ നല്ലതാണ്. അതും തുറന്നിരിക്കണം. ഷീറ്റ് വെച്ചിട്ട് വെള്ളം നമ്മൾ കവർ ചെയ്തിടാൻ പാടില്ല.
ഈ ടാങ്കിലെ വെള്ളം നമ്മൾ മാറ്റേണ്ട ആവശ്യമില്ല. ഡയറക്റ്റായിട്ട് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് അത് ഓട്ടോമാറ്റിക്കലി എനർജൈസ്ഡ് ആയിക്കോളും. ഇനി വെള്ളം കുറഞ്ഞു പോകുമ്പം അത് തിരിച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് അത് ലെവലിൽ ഇട്ടാൽ മതി. ഇനി വേണമെങ്കിൽ ഈ പോണ്ടിൽ നമുക്ക് ആമ്പൽ വളർത്താം. പക്ഷേ അതിൻ്റെ ഇല വന്ന് വെള്ളം മുഴുവൻ കവർ ചെയ്ത് പോവാതെ ശ്രദ്ധിക്കണം. 2-3 ഇലയൊക്കെ നിർത്തിയിട്ട് ബാക്കിയുള്ളവ നമുക്ക് ട്രിം ചെയ്ത് കളയാം. ഇനി വീടിൻ്റെ അകത്ത് അല്ലെങ്കിൽ ബിൽഡിങ്ങിൻ്റെ അകത്ത് നമുക്കതെങ്ങനെയാണ് റെമഡി ചെയ്യേണ്ടത്? ഇതുപോലെ തന്നെയാണ്. അകത്തുള്ള മുറിയിലും ഇതേ രീതിയിൽ നമുക്ക് സ്റ്റിൽ വാട്ടർ വെച്ചിട്ട് തന്നെയാണ് റെമഡി ചെയ്യേണ്ടത്. അവിടെ വെള്ളം വയ്ക്കുമ്പം ഒരു 1.5 അടിയൊക്കെ ഡയമീറ്ററും അതുപോലെ ഒരു 1 ഫീറ്റൊക്കെ ഹൈറ്റുമുള്ള എന്തെങ്കിലും ഒരു വെസൽ, അത് പ്ലാസ്റ്റിക് ആവാം, അല്ലെങ്കിൽ മെറ്റലിൻ്റെ വെസലാവാം, അല്ലെങ്കിൽ ഒരു എർത്ത് പോട്ട് ആവാം, എന്തിൽ വേണമെങ്കിലും നമുക്ക് വെള്ളം നിറച്ച് വയ്ക്കാം. ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് കാണാൻ ഭംഗിക്ക് മാത്രം നമുക്ക് 1-2 ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഇട്ട് വയ്ക്കാം. പക്ഷേ അതും വെള്ളം കവർ ചെയ്ത് പോകരുത്, വെള്ളം വിസിബിളായിട്ട് വേണം വയ്ക്കാൻ. ഈ അകത്ത് വയ്ക്കുന്ന വെള്ളം നമ്മൾ 4-5 ദിവസം കൂടുമ്പോൾ മാറ്റി വേറെ വെള്ളം നിറയ്ക്കണം. എന്നാൽ ഈ കോമ്പിനേഷൻസ് വരുന്നത് നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കവിടെ വെള്ളം വയ്ക്കാൻ പറ്റില്ല അല്ലോ. നമുക്ക് റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ഉണ്ടാകും അവിടെ വെള്ളം വെച്ചാൽ. അപ്പോൾ അതിന് പകരമായിട്ട് ബെഡ്റൂമിൽ ബ്ലൂ കളർ സ്കീം ഉപയോഗിക്കാം. ബ്ലൂ കളറിലുള്ള കർട്ടനുകൾ അല്ലെങ്കിൽ ബ്ലൂ കളറിലുള്ള ബെഡ്ഷീറ്റ്സ്, ബെഡ്റൂമിൽ ബാക്കി ഫർണിച്ചേഴ്സൊക്കെ നമുക്ക് ബ്ലൂ കളറിൽ കൊണ്ടുവരാം. അതുപോലെ തല വരുന്ന ഭാഗത്തെ ഭിത്തി ഒഴിച്ചിട്ട് ബാക്കി ഏതെങ്കിലും ഒരു ഭിത്തിക്ക് ഡാർക്ക് ബ്ലൂ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ന്യൂട്രൽ ബ്ലൂ കളർ പെയിൻറ്റോ വാൾപേപ്പറോ കൊടുക്കാം. ഈ സ്റ്റാർ 7 വരുമ്പം നമ്മൾ സാധാരണയായി ഉപയോഗിക്കാറുള്ള ഒരു പ്രോഡക്റ്റ് റെമഡിയാണ് ഇങ്ങനെ ബ്ലൂ കളറിലുള്ള എലഫൻറ്റും റൈനോസറസും കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു സ്റ്റാച്ചു. വെള്ളം വെക്കുന്നതിനോടൊപ്പം തന്നെ വീടിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യമാണ്. തുമ്പിക്കൈ പൊക്കിയിട്ടുള്ള ഒരു ആനയും റൈനോസറസും കൂടെ ചേർന്നിട്ടുള്ള ഒരു സ്റ്റാച്ചു ആണ് ഇത്. നമുക്ക് ഏത് ഭാഗത്തായിട്ടാണ് വീടിൻ്റെ ഈ കോമ്പിനേഷൻ വരുന്നത്? ഇപ്പോൾ നോർത്ത് വെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ വീടിൻ്റെ നോർത്ത് വെസ്റ്റ് റൂമിൻ്റെ നോർത്ത് വെസ്റ്റിലായിട്ടാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സാധാരണ വയ്ക്കുക. അത് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെയാണ് വെക്കുക. അപ്പോൾ അവിടെ ഒരു ജനലുണ്ടെങ്കിൽ ജനലിൻ്റെ തട്ടിൽ വെച്ചിട്ട് അത് പുറത്തേക്ക് നോക്കിയിരിക്കുന്ന പോലെ വയ്ക്കാം. അതല്ല, വിൻഡോ ഇല്ലെങ്കിൽ ആ കോർണർ സ്റ്റാൻഡിൽ എവിടെയെങ്കിലും വെച്ചിട്ടും നമ്മളിതിൻ്റെ ബാക്ക് സൈഡ് കാണുന്ന പോലെയാണ് ഈ സ്റ്റാച്ചു സാധാരണ വയ്ക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ നോർമലി ഈ കോമ്പിനേഷൻ്റെ റെമഡി ആയിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. പലരും ഒരുപാട് വർഷങ്ങളായിട്ട് കൊടുത്തിട്ട് തിരിച്ച് കിട്ടാത്ത പല അമൗണ്ട്സും തിരിച്ച് കിട്ടി എന്ന് പറഞ്ഞ് പോസിറ്റീവ് റെസ്പോൺസസ് നമുക്ക് ധാരാളം ക്ലയൻസ് വഴി കിട്ടാറുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഈ നെഗറ്റീവ് നമ്പർ 7 സ്റ്റാർ എവിടെയാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ച് ഈ സിമ്പിൾ റെമഡി ചെയ്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ധനം തിരിച്ചു കിട്ടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.